നേരത്തെ ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ബാക്കി റിജില് ഏറ്റോളും, ഇതിൽ ചെയ്തോളും. ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ബി.ജെ.പി നേതാക്കന്മാരുടെ മുഖമുദ്ര. സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ. ഞാൻ 10 മിനിറ്റ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. ഞാൻ സ്നേഹത്തിന്റെ കടയിലല്ല. ഇല്ലല്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ മാതൃഭൂമിക്ക് 10 മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ്. എനിക്ക് മറ്റ് ചില പരിപാടികളുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ്. അദ്ദേഹം ഇരുന്ന് മറുപടി പറയും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്, ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല, നിങ്ങൾ പറയൂ. ഞാൻ മാറില്ല, ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ്, ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്. അത് വർഗീയതയല്ല, ഫാക്ട് ആണ്. ഞാൻ മാറ്റി പറഞ്ഞത് പറഞ്ഞില്ല എന്ന് നിങ്ങളെ പറയില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്, ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ല. അത് നിങ്ങളുടെ എന്റെ സ്വഭാവം അതല്ല. മനസ്സിലായി. ടെൻഷൻ ആവണ്ട. ബി പി കൂട്ടണ്ട. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് ബി പി കൂട്ടണ്ട. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് റദ്ദ് ചെയ്തുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു എന്ത് ദേഷ്യം? ഒരു ദേഷ്യമില്ല, ഒരു ദേഷ്യമില്ല. അങ്ങനെ സ്വഭാവം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സംസാരിക്കുന്നതാണോ ഇരിക്കടോ അവിടെ പറയുമ്പോ പറയുന്ന രീതി കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങയുടെ ധാർഷ്ട്യം, അങ്ങയുടെ ധിക്കാരം, അങ്ങയുടെ മുഖഭാവം, അങ്ങയുടെ പുച്ഛം, മറ്റുള്ളവരോടുള്ള പുച്ഛം, ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് എല്ലാവരോടും പുച്ഛമുണ്ടല്ലോ. സർവജ്ഞപീഠം കയറിയ അഹങ്കാരമുണ്ടല്ലോ. അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട്. അങ്ങക്ക് ദേഷ്യം കൂടുന്നുണ്ട്. അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് ബി പി വരുന്നുണ്ട്, നിങ്ങളുടെ പ്രഷർ കൂടുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന പ്രേക്ഷകരെ, ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന വർഗീയതയുടെ ഫാക്ടറി. ആ ഫാക്ടറിയാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങളുടെ കട കൂടുന്നത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പരമത വിദ്വേഷത്തിന്റെ ഫാക്ടറി എന്ന് ഞാൻ ഇറങ്ങി പോകുന്നത്. ഗോപാലകൃഷ്ണൻ, എനിക്ക് അഭിമാനമേ ഇറങ്ങി പോകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, എന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ടെൻഷൻ? ഞാൻ ഇറങ്ങിപ്പോയതാ, രണ്ടുപേരും ഇറങ്ങിപ്പോയതാ. നിങ്ങൾ പോവല്ലേ? നിങ്ങളെ വെള്ളം കൊടുക്കണം. ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും, പേടിക്കും. തോറ്റന്റെ പേരിൽ സങ്കടം കരയല്ലേ?
എടോ വാരേ താനെന്താ നന്നാവാത്തെ? നിങ്ങളുടെ ചാണക കൂമ്പാരത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. പറയാൻ തുടങ്ങിയത് കംപ്ലീറ്റ് ചെയ്യട്ടെ. തന്നെ പോലത്തെ ഒട്ടക ഗോപാലകൃഷ്ണനാണോ നെയിം കോളിംഗ് ഒന്നും വേണ്ട. ഇത് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകും. അദ്ദേഹം പറയാൻ വന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ. സന്ദീപിന് പോകാൻ വേണമല്ലോ. വിളിക്കണ്ടേ ഇവനാരാ? അല്ല ഞാൻ മാധുവിനോട് 10 മിനിറ്റ് വന്ന് പറഞ്ഞു വന്നാണ്. ഞാനൊരു കാര്യം എന്റെ സമയം നിശ്ചയിക്കണം. ഞങ്ങളുടെ പഴയ ആളോടാ സംസാരിച്ചത്. ഞാൻ പൂർത്തിയായി. അതാകണ്ടോ ഇനി അദ്ദേഹം പറയട്ടെ. ശോഭാലകൃഷ്ണൻ അദ്ദേഹം പോയാലും താങ്കൾക്ക് പറയാലോ. അദ്ദേഹം തിരിച്ചു പറഞ്ഞത്. ശരി, ശ്രീ സന്ദീപ് വാര്യർ പൂർത്തിയാക്കും. പറയാം. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, തൃശ്ശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു, അതുകൊണ്ട് അത് തടയേണ്ടതാണ്, അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത്. ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. 1. 2, അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിന്റെ മിതത്വം ഒക്കെ നമുക്കത് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാൽ വാസ്തവത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. 1. ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു സെക്കൻഡ്, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഒരു ചോദ്യമില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ, ഇത്രയും എന്താ പറയുക, ചീത്ത സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത്. അല്ല, മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ? ഞാനിത് പറയാൻ വെച്ചതല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ മകളുടെ വിവാഹകാര്യം 1 മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെയായിരുന്നു സംസാരിക്കാൻ വേണ്ടി. ഒന്ന് മറക്കരുത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ. അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് ഉച്ചവും പരിഹാസവും അവസാനിപ്പിക്കുക, ധാർഷ്ട്യം അവസാനിപ്പിക്കുക, ധിക്കാരം അവസാനിപ്പിക്കുക. ഗോപാലകൃഷ്ണ, നിങ്ങൾ ധിക്കാരവും ധാർഷ്ട്യം അവസാനിപ്പിക്കുക. നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. ഈ ദിവസം നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. എനിക്ക് നാണമുണ്ടോ? എത്ര തനിക്ക് ഞാൻ പോപ്പുലർ ഫണ്ടുകാരന്റെ കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മളൊരു ചർച്ചയിലാണ്. അങ്ങ് മറന്നു പോരുത്. ഇതൊരു ചർച്ചയാണ്. നമ്മൾ ചർച്ചയിൽ ഉപയോഗിക്കേണ്ടത് ശരിയായ പദപ്രയോഗങ്ങളാണ്. ഒരിക്കലും നമ്മൾ മോശം പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ചർച്ചയുടെ ഡെക്കോറം കീപ്പ് ചെയ്യണം. രാഷ്ട്രീയ സംവാദമാണ്. വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവരും അത് ഭക്ഷിക്കുന്നവരാണോ? അല്ല, ഞാൻ പറയട്ടെ, എല്ലാവരും കേൾക്കും. നമ്മൾ വളരെ മാന്യമായ നിലയിൽ ഒരു രാഷ്ട്രീയ സംവാദം, ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമല്ലേ, നമുക്ക് രാഷ്ട്രീയ സംവാദമാവാം, നമുക്ക് രാഷ്ട്രീയ സംവാദമാകാം. വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിടൂ. പക്ഷെ അരുൺ എന്തോ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. അത് ഇതായിട്ടൊന്നും ബന്ധമില്ല. ഇയാളുടെ അതായത് സന്ദീപ് വാര്യരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകൾക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ പയ്യൻ അവനെ അറിയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനാണിപ്പോൾ ഈ സംസാരിച്ചത്. ഇതൊരു ചർച്ചയല്ലേ? സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഭിലാഷാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല, അഭിലാഷ് ആ പയ്യൻ, അതൊരു ചർച്ചയിൽ പറയുന്ന 3ാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത്? അതൊരു മര്യാദയാണ്. എൻ്റെ കൂടെ ശരി, മറുപടി പറയാൻ ചർച്ചയിൽ തുടരുന്നില്ലല്ലോ.